വിജനപ്രദേശത്തായിരിക്കുന്ന ജനം ഈശോ അലിവോടെ ആ ദൈവജനത്തെ കാണുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ധനാറയ്ക്ക് അപ്പം വാങ്ങി കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. കയ്യിൽ എന്തുണ്ട് എന്ന് ക്രിസ്തു ചോദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു പുതിയ പാഠമാണിത്. ഞങ്ങൾ ചെന്ന് 200 ധനാറയ്ക്ക് പോയി അപ്പം വാങ്ങിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് വരട്ടെ എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരോട് ക്രിസ്തു ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന്. പലപ്പോഴും നമ്മുടെ നോട്ടം അപരനിലേക്കാണ്. പലപ്പോഴും നമ്മുടെ നോട്ടം അയൽവക്കങ്ങളിലേക്കാണ്. ഭദ്രമാക്കിയ നമ്മുടെ മുറികളുടെ ജനാലകൾ തുറന്ന് നമ്മൾ നോക്കുന്നത് അപരൻ്റെ ജീവിതത്തിലേക്ക്. എത്തിനോട്ടം എപ്പോഴും ചുറ്റുമുള്ള ഇടങ്ങളിലേക്കാണ്. ക്രിസ്തു പറയുകയാണ്, എത്തി നോക്കേണ്ടത് നിൻ്റെ ജീവിതത്തിലേക്കാണ്. നിൻ്റെ ജീവിതത്തിന് ഉള്ളറകളിലേക്ക് നോക്ക്. നിൻ്റെ കൈവശം എന്തുണ്ട്? നിൻ്റെ കൈവശം എന്തുണ്ട്? നിൻ്റെ കയ്യിലുള്ളത് സൂക്ഷിച്ചു വെച്ചിട്ട് അവനെ നിർബന്ധിക്കുകയാണ്, അവൻ്റേത് നൽകട്ടെ, അവന് കൊടുക്കട്ടെ, ഞാൻ എൻ്റേത് സൂക്ഷിച്ചു വെച്ചുകൊള്ളാം, ഭദ്രമാക്കിക്കൊള്ളാം. നിന്നിലേക്ക് നോക്കാത്ത ജീവിതം ഉയരില്ല. ഉള്ളറകളിലേക്ക് നോക്കാത്ത ജീവിതം വളരില്ല. അത് കൃപയുടെ ജീവിതമല്ല. ഉള്ളിലേക്ക് നോക്കാൻ സ്വർഗം വല്ലാതെ നിന്നെ നിർബന്ധിക്കുന്നു. നിൻ്റെ ജീവിതത്തിലേക്കൊരു സ്കാനിങ്, നിൻ്റെ ജീവിതത്തിലേക്കൊരു നോട്ടം, നിൻ്റെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം ഈ പരിശുദ്ധ 8 നോമ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സ്വർഗം വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്. ആമേൻ.